നടൻ ചലച്ചിത്ര നടൻ നിവിൻ പോളിക്കെതിരെയാണ് വിദേശത്ത് വെച്ച് കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്തെന്നൊരു പരാതി വന്നു. നിവിൻ ആദ്യ മണിക്കൂറിൽ തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിവിൻ പറയുന്നത്, ഞാൻ ഇവിടെ തന്നെ എവിടേക്കും പോകുന്നില്ല, ഇത് വ്യാജമായിട്ടുള്ള പരാതിയാണ്. ഇത് കണ്ടോ, അതാ എന്റെ ഭർത്താവ്. എന്താ ഉശിര്, യോ എന്നെയും കൊല്ലും. പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ, ആദ്യം അവർ പറഞ്ഞിരുന്നത് ദുബായിലുള്ള ഫ്ലോർ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നായിരുന്നു ആദ്യം അവർ പറഞ്ഞിരുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലും അത് പറഞ്ഞു. പക്ഷേ ആ ദിവസങ്ങളിൽ, അതായത് 2021 വരെ മാത്രമാണ് നിവിൻ പോളി ഈ പറയപ്പെടുന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളത്, ദുബായിൽ താമസിച്ചിട്ടുള്ളത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇപ്പോൾ നൽകിയ പരാതിയിലും വലിയ പൊരുത്തക്കേട്. കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ FIR അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ FIR ഇട്ടിട്ടുള്ളത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ, ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിലായിരുന്നില്ല, കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ. കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക്കായിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ആണ് നിലവിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതിന്റെ പല തെളിവുകളും ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെടുന്നതും. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു, നീ വെച്ചേ. കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മൊഴി വിശദമായി പരിശോധിക്കാനുള്ള തീരുമാനം. ഈ പൊരുത്തക്കേടുകൾ തന്നെ വലിയ പൊരുത്തക്കേടുകൾ തന്നെയാണ്. കാരണം ഈ തീയതി തന്നെ മാറിപ്പോകുന്നു. തീയതി മാറിപ്പോയാൽ തന്നെ ഈ പാസ്പോർട്ടും അതോടൊപ്പം തന്നെ മറ്റു രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ സ്മാർട്ട് എന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത് വെറുതെ ഒരു തമാശ. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ വിച്ച് ഐ ടോക്ക് ഓൺ 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു December 14th. സോ ഞാൻ നിവിൻ ചേട്ടൻ്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. December 14th ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഐ വാസ് വിത്ത് ഹിം. സോ പറയണമെന്ന് ഒന്ന് തോന്നി.